തൊടുപുഴയിൽ നിന്നും പോളണ്ടിലേക്ക് എത്തിയ ജിൻഡോ ബ്രോയാണ്. ഹൈ ബ്രോ. ഹായ്. ഓക്കെ ബ്രോ, ഏതാണ് യൂണിവേഴ്സിറ്റി, ഏതാണ് കോഴ്സ്? WCA ആണ് യൂണിവേഴ്സിറ്റി, പിന്നെ നഴ്സിംഗ് ആണ് കോഴ്സ്. ഓക്കെ, ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ക്ലാസ് കുഴപ്പമില്ലാതെ പോകണു, കൂടുതൽ ഓൺലൈനാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ പാർട്ട് ടൈം ചെയ്യുന്നുണ്ടോ? പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പാർട്ട് ടൈം ഈ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? ഇപ്പോ പറ്റുന്നുണ്ട്, കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, അതോടൊപ്പം തന്നെ ഇപ്പം പോളണ്ടിൽ ഇപ്പോൾ എത്തിയിട്ട് 2 മാസം സംതിങ് ആയില്ലേ, ഇപ്പോൾ എങ്ങനെയുണ്ട് ഒരു അനുഭവം? കുക്കിംഗ് പഠിച്ചു, പിന്നെ പുതിയ കൾച്ചറൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ ബ്രോ, ഇപ്പോൾ പോളണ്ട് ചൂസ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ, അതോടൊപ്പം തന്നെ ബ്രോയ്ക്ക് ഇപ്പോൾ പോളണ്ടിൽ എത്തിയിട്ട് ഒരു റൈറ്റ് ഡിസിഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ? പോളണ്ട് ചൂസ് ചെയ്യാൻ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ആയിട്ട് പഠിക്കാനുള്ള ട്യൂഷൻ ഫീ അഫോർഡബിൾ ആണ്, പിന്നെ ലിവിങ് കോസ്റ്റ് കുറവാണ്. പിന്നെ പോളണ്ട് എനിക്ക് പൊതുവെ ഇഷ്ടമുള്ള ഒരു രാജ്യമായിരുന്നു മുമ്പേ, അതുകൊണ്ട് പോളണ്ട് ചൂസ് ചെയ്തത്. പിന്നെ ഇവിടെ 26 വയസ്സിന്റെ താഴെയുള്ളവർക്ക് ടാക്സും ഇല്ല, അപ്പൊ ഫുൾ പൈസ കിട്ടും വർക്ക് ചെയ്തതിന്റെ. ഇപ്പോഴേ റൈറ്റ് ആയിട്ട് ഡിസിഷൻ ആണെന്നാണ് എന്റെ വിശ്വാസം. ബ്രോ, അതോടൊപ്പം തന്നെ ബ്രോ പോസ്റ്റ് അറൈവൽ സർവീസ് ബ്രോയുടെ എങ്ങനെ ഉണ്ടായിരുന്നു? എയർപോർട്ട് പിക്കപ്പിന് ആള് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പുള്ളിയുടെ കൂടെ പോയി, പുള്ളി സിം എടുത്ത് തന്നു. പിന്നെ എന്റെ കയ്യിൽ കുറച്ച് യൂറോ ഉണ്ടായിരുന്നു, അത് കൺവേർട്ട് ചെയ്ത് തന്നു. പിന്നെ അക്കോമഡേഷന്റെ അകത്തേക്ക് കൊണ്ടുപോയി. അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അക്കോമഡേഷൻ നല്ല അക്കോമഡേഷൻ ആണ്, മലയാളീസ് ആണ് ഫുള്ള്, 4 പേരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഹാപ്പിയാണ്. ഓക്കെ, ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഹാപ്പിയാണ്. മലയാളീസ് ആയതുകൊണ്ട് ഫ്രണ്ട്സ് ഒക്കെ വന്നപ്പോ തന്നെ ഫ്രണ്ട്സ് ആയി. ഓക്കെ ബ്രോ, താങ്ക്സ്. വെൽക്കം.